ഈ അമ്മ കയ്യൊന്നും കൊള്ളുന്നില്ല. ഓ, കാട്ടിനകത്തോടൊക്കെ പോയിട്ട് അവസാനം വല്ല മീൻ കിട്ടിയാൽ കൊള്ളാം. ഇവൻ ഞങ്ങളോട് ഇവിടെ ഇതിനകത്ത് മീനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. വറക്കാനുള്ള മീൻ കിട്ടും. ഓക്കെ, ആ ഇവിടെയാണ് സംഭവം. അപ്പോൾ മീൻ കിട്ടുമോ നോക്കട്ടെ. ഇപ്പോൾ ചൂണ്ടിടാൻ വന്നേക്കുവാണ്. ഞാനുണ്ട്, കുഞ്ഞമ്മയുടെ മക്കളുണ്ട്. അപ്പോൾ മീനെ കിട്ടുമോയെന്ന് അറിയില്ല. ഇവിടുത്തെ ലൊക്കേഷൻ കണ്ടിട്ട് അത്യാവശ്യം മീൻ ഉണ്ടാവണമെന്ന് തോന്നുന്നു. കാരണം പായലൊക്കെ നിറഞ്ഞൊരു കുളമാണ്. മണ്ണര ഇട്ടേക്കുന്നത്, കിട്ടുമോയെന്ന് കണ്ടറിയാം. എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം അല്ലേ. ഇവിടെ വന്ന് കുറ്റിയടിച്ച് നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവൾ വന്നില്ല. അപ്പോൾ ക്യാമറയും എൻ്റെ കയ്യിലാണ്, ചൂണ്ട എൻ്റെ കയ്യിലാണ്. കിട്ടുമോടെ? കിട്ടുമായിരിക്കണം. അങ്ങനെ വലിയ മീനെ പിടിച്ചേ. ആദ്യമായിട്ട് മീനെ പിടിച്ചിരിക്കുന്നു. ഞാൻ ലൊക്കേഷൻ മാറ്റിയിട്ടു. ദൈവന് 2 എണ്ണത്തിന് കിട്ടി. ഒരു വലുത് ചെറുത്. എനിക്കൊരു പീക്കണ്ടി പോലും കിട്ടിയിട്ടില്ല. ഓ, അങ്ങനെ ഒരു വരാലിനെ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം അച്ചുവാണ് ആദ്യമായിട്ട് വരാലെല്ലാം പിടിച്ചത്. മിടുക്കൻ. അപ്പം നിന്നെക്കാട്ടി സ്കോർ ചെയ്തറാവേ. വാ, അങ്ങനെ ഞാനൊരു കരട്ടിയെ പിടിച്ചിട്ടുണ്ട്. ഓ, കിടു. നല്ല അടിപൊളി സാധനം. ആഹാ. ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണേ. അധികം സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരെണ്ണത്തിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്താ ഇതിൻ്റെ പേരെന്ന്? കരട്ടി. പിടിച്ചിവിടെ കയറ്റിയതാ, പൊട്ടിച്ചോണ്ട് വീഴുന്നു. എൻ്റെ കൈ തന്നെ വന്നു. അയ്യോ, വീഴരുത്. പിന്നെ അയ്യോ പോയി. അങ്ങനെ വീണ്ടും ഒരെണ്ണത്തിനെ കിട്ടിയിരിക്കുകയാണ്. അതെ, കിച്ചു പിടിച്ചോണ്ടേ ഇരിക്കുക കേട്ടോ മീനെ. ഞാൻ പിടിച്ചിട്ടു. എടുത്തെടുത്തു ചൂണ്ടേന്ന് പോയി. കാണിക്കും. അപ്പം ഞങ്ങൾ മീൻപിടുത്തം കഴിഞ്ഞു. ചൂണ്ടിയൊക്കെ മടക്കി കെട്ടി പോവാം. കുറച്ച് മീനെ കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ വീട് ചെന്നിട്ട് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കാണിക്കാം. ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഞങ്ങളപ്പോൾ ഇത്രയും മീനായി പിടിച്ച കേട്ടോ. ഇതാണ് ഞാൻ പിടിച്ച മീൻ. അത് പക്ഷേ ആദ്യം കിട്ടിയപ്പോൾ നല്ല കറകറാന്നിരിക്കുമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ കളർ മാറിയില്ലടാ. അപ്പം മുഴുവൻ 2 വരാലിനെ എത്ര കരട്ടി കിട്ടി? 4 എണ്ണം ചെറിയ കരട്ടി. ഇതാണ് പിടിച്ചതിൽ ഏറ്റവും സ്റ്റൈലസ് സാധനം. ഇതേലത്തെയാണ് ഇത്രയും കരട്ടിയെങ്കിൽ വണ്ടിയാണ്. ഇതിന് ഇവിടെ കരട്ടി എന്നാണ് പറയുന്നത് അല്ലേടാ? നോക്കട്ടെ, എന്തേ വരല്ലേ? പാട്ട് പാട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വരാലും കിട്ടി. മുഴുവൻ 7 എണ്ണം കിട്ടി. അപ്പോൾ പൊരിക്കാം. കുഞ്ഞമ്മ കൂടി. നീ ഇതിനെ ജീവനോട് ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇത്ര അടുത്ത്? പിന്നെ അതിനകത്ത് കുറെ കണ്ണങ്ങച്ച എന്താ തുപ്പല് കൊത്തിയും വഴുതനങ്ങ വരയാനോ അങ്ങനെ കണ്ട് കുറെ ഊളം മീനുണ്ട്. വഴുതനങ്ങ വരയാനല്ലോ എന്തോ വരാനാടി. അപ്പം ഞങ്ങൾ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് വൃത്തിയായി. ഇപ്പോൾ ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ പോയി ആദ്യം ഫുഡ് കഴിക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മീനെ കറി വെക്കണോ ഫ്രൈ ചെയ്യണോ എന്തെന്ന് ആലോചിക്കാം. എന്നിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് മീൻ വെട്ടി വൃത്തിയാക്കാം. അമ്മുമ്മയാണ് വെട്ടുന്നത്. മുഖം ഒന്ന് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം അല്ലേടാ? അപ്പോൾ അത് ഞങ്ങൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി. ഇനി ഇത് കഴുകി കുറച്ച് കല്ലിട്ട് എന്തോ ഉരയ്ക്കുകയൊക്കെ ചെയ്യണം. അന്നേരം അതിൻ്റെ അത് പോവുള്ളൂ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, കല്ലേൽ ഇങ്ങനെ ഇട്ട് തേപ്പിച്ച് വൃത്തിച്ച് അത്
ഇതിങ്ങനെ വര ഇടണം അല്ലേ? അപ്പോൾ ഞങ്ങൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി ഫ്രൈ ചെയ്യാം. മസാലയൊക്കെ എന്താ സാധനം ഇട്ടിട്ടുണ്ട്? ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, എന്തോടാ, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക്. ഓക്കെ, അപ്പോൾ നമ്മൾ മസാല ഇനി മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാൻ പോവാം. അതിങ്ങനെ മസാല അതിനകത്ത് തേച്ച് വെക്കുക. ഇതൊക്കെ പറ, മീൻ തേക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയണം. എനിക്ക് പറയാനൊന്നും വയ്യ, നീ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല മീനിനകത്ത് നല്ലോണം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് വെക്കണം അല്ലേ? അപ്പോൾ നല്ലോണമൊക്കെ മേടിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റേത് സെറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു 10 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇവിടെ അടുപ്പുണ്ടാക്കാൻ വേണ്ടി കല്ലുകൾ കൂട്ടി വെക്കുക. അടുത്ത നമ്മൾ കപ്പ പറിക്കാൻ വേണ്ടി പോവാണ്. കപ്പ ചൂടണം. നല്ല കൈ വരണേ. തൊലി പൊളിക്കാതെ എങ്ങനെ എന്താ അങ്ങനെ ചെയ്യുന്നേ? തൊലി പൊളിച്ചാ ഞങ്ങളൊക്കെ ചുട്ടിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം ഗ്രില്ലിങ് സാധനമൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോഴൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീക്കകത്തോട്ട് ഇടാൻ പോവാം. ഈ അമ്മ കൈയൊന്നും കൊള്ളുന്നില്ല. അമ്മൂമ്മയുടെ കൈയൊന്നും കൊള്ളുന്നില്ല. അമ്മ ഇത് എക്സ്പീരിയൻസ് ആണോ? ഓക്കെ, നമ്മുടെ ഒരു വശം ചീനി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. നോക്കിക്കേ എന്തൊരു കനലാ. മീൻ എൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ എണ്ണ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരണം. ഇപ്പം വരുന്നൊരു മണം ഉണ്ടല്ലോ എൻ്റെ മോനെ, കിടു. മീനൊക്കെ നല്ല മുരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. മീൻ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. വലിയ മീൻ നമുക്ക് എടുക്കാം. അതങ്ങോട്ട് നോക്കിക്കേ. നല്ല കിടുവായിട്ട് വന്നിട്ടുണ്ട്. ഗ്രില്ല് ചെയ്ത മീൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് കനലിലിട്ട് ചുട്ട കപ്പയുണ്ട്. സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ എല്ലാവരും അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് കൊതി നിന്നിരിക്കുക. അപ്പോൾ ഇത് കഴിച്ചു നോക്കട്ടെ. അല്ല, കുരുമുളകിൻ്റെ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കഴിച്ചു നോക്കാം. അപ്പോൾ കപ്പ ഇങ്ങനെ പൊടിച്ചെടുത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കാം. നമ്മളിങ്ങനെ കപ്പയായിട്ട് ഇങ്ങനെ മീനിങ്ങനെ സെറ്റാക്കി വെച്ച് അടിപൊളി സാധനം. ഇങ്ങനെ കപ്പ പീസ് ഇങ്ങനെ എടുത്ത് ഇതുണ്ടോ ഈ മീനിന്റെ പീസും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലൊരു ചെറിയ സവാള പീസും വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ടൊമാറ്റോ കൂടെ വെച്ചോ. അടിപൊളിയായി. മറ്റേ വേറെ പുകയുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമില്ല. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കപ്പ എടുക്കും. ഇതുകൊണ്ട് ഞങ്ങള് മീൻ കാലിയാക്കിയിരിക്കുന്നത് അതിന്റെ മുള്ളു മാത്രമായി. സംഭവം കിടുകയല്ലേ. ഇത് നോർമലി നമ്മൾ വറുത്ത് തിന്നാൽ ഇങ്ങനെ ടേസ്റ്റ് കിട്ടത്തില്ല. അതാണ് ഗ്രില്ലിന്റെ സുഖം. ഇനി അതിലൊന്നും ഒന്നുമില്ല. നിന്നെ ഈ ഇലയൊക്കെ കാലിയായി. കപ്പയും തീർന്നു, മീനും തീർന്നു. അമ്മമ്മയുടെ കപ്പ വറുത്തതിന് അപ്പൊ ഞങ്ങള് ഇത് കപ്പയും മീനും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.